അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖത്തർനാഥ സബക്ക് 3. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വഹിയ കലിമത്ത് സലാസത്തു അൻവാഇൻ, മൂന്നിനങ്ങളാണ്. കലിമത്തുകൾ മൂന്നിനങ്ങളാണ്. നൗഇൻ്റെ ജമ്മാണ് അൻവാഇ. ഒന്നേതാ? ഇസ്മുൻ വ ഫിഅലുൻ വ ഹറഫുൻ. ഒന്ന് ഇസ്മാണ്, രണ്ട് ഫിഅലാണ്, മൂന്ന് ഹറഫാണ്. അപ്പോൾ കലിമത്തുകൾ മൂന്നെണ്ണമാണ്: ഇസ്മ, ഫിഅൽ, ഹർഫ്. ലാ റാബിഅ ലഹ, ആ കലിമത്തിനിക്ക് നാലാമത്തെ ഇനല്ല. ഹാ എന്ന ളമീർ കലിമത്തിലേക്ക് മടങ്ങണം. ആ കലിമത്തിനിക്ക് നാലാമത്തെ ഒരു ഓഹരിയില്ല. കാരണം ലിഅന്ന ഉലമാ ഹാദൽ ഫന്നി, ഈ വിഷയത്തിൻ്റെ ഉലമാക്കൾ, ആലിമീങ്ങൾ, തതബ്ബഉ, അവർ ചികഞ്ഞ് പരിശോധിച്ചു. തതബ്ബഉ എന്ന വായിക്കണ്ട്. തതബ്ബഉ എന്ന് പറഞ്ഞാൽ നല്ല ചികഞ്ഞ് പരിശോധിക്കാൻ തതബ്ബഉ എന്ന് പറയാറ്. തബിഅൻ്റെ ഇഫ്തഅല വസനെ പിൻപറ്റിയും, തബിഅൻ്റെ തഫഅല വസനെ നല്ല ചികഞ്ഞ് പരിശോധിച്ചു എന്ന മഅനക്കാണ്. മനസ്സിലായോ? തബിഅൻ്റെ ഇഫ്തഅല വസനെ പിൻപറ്റി എന്ന മഅനക്ക്. തബിഅൻ്റെ തഫഅല വസനോ നല്ലോണം ചികഞ്ഞ് അന്വേഷിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ വായിക്കണത്? തത്തബിഉ എന്ന് വായിക്കല് തതബ്ബഉ കലാമൽ അറബി, അറബിയുടെ കലാമിനെ അവർ നല്ലവണ്ണം ചികഞ്ഞു പരിശോധിച്ചു. ഫലം യജിദു, അവർക്ക് എത്തിച്ചിട്ടില്ല. ഒയറാഹ, ഈ മൂന്നല്ലാത്ത എത്തിച്ചിട്ടില്ല. അമ്മൽ ഇസ്മു, അപ്പോൾ ഇസ്മാകുന്നത് മൊത്തം ഫയുറഫു, അതിന് അറിയപ്പെടും. ബി അൽ, അല്ലുകൊണ്ട് അറിയപ്പെടും. ഏതുപോലെ? കറജുൽ, റജുൽ പോലെ. അവിടെ അലിഫ്ലാമല്ലേ? അപ്പോൾ അലിഫ്ലാമ കണ്ട മനസ്സിലാക്കണം അത് ഇസ്മാണെന്ന്. അറജുൽ, അറജുൽ പോലെ. അബി തെൻബീനി, തെൻബീന് കൊണ്ട് അറിയപ്പെടും. ഇതുപോലെ റജുലിൻ, റജുലിൻ, സയ്യിദിൻ, അംറിൻ. കണ്ടോ തെൻബീന്? അപ്പോൾ തെൻബീന് കണ്ട മനസ്സിലാക്കണം ഇസ്മാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ അബിൽ ഹദീസ് അനുഹു, അതിനെ തൊട്ട് വർത്തമാനം പറയൽ കൊണ്ടും. അതിനൊട്ട് വർത്തമാനം പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫായിലായിട്ട് വരിക, മുത്തയായിട്ട് വരിക. ഉദാഹരണം കാമ സയ്യിദുൻ, അല്ലേ? സയ്യിദുൻ ഇന്നു, അല്ലേ? ഇപ്പോൾ സയ്യിദിനെ പറ്റി നമ്മൾ നിൽക്കാമെന്ന് വർത്തമാനം പറഞ്ഞല്ലോ. ഇപ്പം മാത്ത അംബ്രുൻ, അംബ്രു മരിച്ചു എന്ന് പറഞ്ഞാൽ അംബ്രിനെ കുറിച്ച് മരിച്ചു എന്ന് വർത്തമാനം പറഞ്ഞല്ലോ, അല്ലേ? ഏതുപോലെ? ഉദാഹരണ കിതാബിൽ പറയുന്നത് പോലെ തായി ലൊറബ്തു, ലൊറബ്തുലെ താവ് പോലെ. അവിടെ തൂ എന്താണ്? ഇസ്മാണ്. പഠിച്ചു എന്ന പ്രവർത്തനം കൊണ്ട് തൂവിനെ പറ്റി വർത്തമാനം പറഞ്ഞില്ലേ? അപ്പോൾ ഇതുകൊണ്ടും ഇസ്മിനെ അറിയപ്പെടും. എന്താണ് ഇസ്മ നമുക്ക് നോക്കാം. അമ്മൽ ഇസ്മു, അപ്പോൾ ഇസ്മ വഹുവ, അത് മാ ഒരു കലിമത്താണ്. അവിടെ അങ്ങനെ വായനാക്കണം. മാ ഒരു കലിമത്താണ്. എങ്ങനത്തെ കലിമത്ത്? ദല്ല, ആ കലിമത്ത് അറിയിച്ചു. അല മഅനൻ ഫിനഫ്സിഹി, സ്വയം ഒരർത്ഥത്തിൻ്റെ മേൽ അറിയിച്ചു. ഇവിടെ ഫിനഫ്സിഹി സ്വയം എന്ന് പറയാൻ കാരണം ഹറഫിന് സ്വയം അർത്ഥം ഉണ്ടാവില്ല. ഫിഅലിനും ഇസ്മിനിക്ക് എന്തുണ്ടാവുള്ളൂ? സ്വയം അർത്ഥം ഉണ്ടാകുക. എന്തിന്? ഹറഫിന് സ്വയം അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ ഹറഫ് പുറത്തു പോകാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതിനെ ഒയ്റ മുക്തരിനിൻ, അതിന് അന്വയിക്കാത്തതായ നിലയിൽ ബി അഹദിൽ അസ്മിനത്ത് സലാസത്തി, മൂന്ന് കാലങ്ങളിൽ ഒരു കാലത്തിനോടും അന്വയിക്കാത്തതായ നിലയിൽ. മൂന്ന് കാലം പറയാൻ കാരണം അഥവാ അൽ മാദി വൽ ഹാലി വൽ ഇസ്തിഖ്ബാലി, ഭൂതകാലം, വർത്തമാനകാലം, ഭാവിക്കാലം, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഈ മൂന്നായ കാലത്തിൽ നിന്ന് ഒരു കാലത്തിനോടും അന്വയിക്കാത്തതായ നിലയിൽ സ്വയം ഒരർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്നതായ കലിമത്തിനിക്ക് എന്ത് പറയും? ഇസ്മ. ഇതാണ് ഇസ്മിൻ്റെ തഅരീഫ്. മനസ്സിലായോ? ഈ മൂന്നായ കാലത്തിനോട് പറയാൻ കാരണം ഫിഅൽ പുറത്താക്കാൻ വേണ്ടിയാണ് അഹദിൽ അസ്മതി സലാസ് എന്ന് പറയാൻ കാരണം. ഇനി എങ്ങനെയൊക്കെ ഇസ്മിനെ അറിയപ്പെടും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.